ഞാനും ഒരു പള്ളിക്കുടുത്തി കുറെ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എന്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം, അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പൊ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവര് കാല് കാണിക്കുന്ന ഉടുപ്പിടും. നിങ്ങൾ തലയെ ചായം തേച്ചാ അവര് ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടടത്ത് ഇരുന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവര് നന്നായാലേ പഠിക്കുന്നവര് നന്നാവത്തുള്ളൂ. കൊച്ചുങ്ങളായുമ്പോ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുമെന്നേ, അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ? എവിടെ ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എന്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ പുന്നാരിച്ചതുകൊണ്ട് അവക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയൊക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എന്റെ മോള് ചീത്തയോ തോന്നിവാസക്കാരിയോ ഒന്നുമല്ല കേട്ടോ. മേലാൽ ഇത്തരം ഉള്ളി തൊലിച്ച കാര്യങ്ങളും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്റെ സമയം മെനക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ.